നമസ്കാരം. സൈബർ സ്കാമിങ്ങിനെതിരെ നമ്മൾ സൈബർ ഫിറ്റ് 2025 എന്ന പേരിൽ ഒരു ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ് ഇത്. ഞാൻ നിങ്ങളെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒറിജിനൽ വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. ഇതിൽ കയറുമ്പോഴത്തേനും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറിജിനൽ വെബ്സൈറ്റ് ആണ്. ഇനി ഇതേ അഡ്രസ്സ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്റെ വാട്സപ്പിൽ ഒരു സ്പെല്ലിംഗ് പോലും വ്യത്യാസമില്ല വന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണെന്നല്ലേ, ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള വെബ്സൈറ്റിന് വെല്ലുന്ന രീതിയിൽ അതേപോലെ തോന്നിക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ അയച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ പേയ്മെന്റ് അടയ്ക്കാൻ പറയും ഈ അയക്കുന്നവർ. ഇങ്ങനെ ലിങ്ക് അയക്കുന്നത് ഒന്നുകിൽ പേയ്മെന്റ് തട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളെ ഹാക്ക് ചെയ്യാനോ ആണ്. പേയ്മെന്റ് തട്ടാനാണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതേപോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ച ലിങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഫോട്ടോ കാണിച്ചില്ലേ, ആ ഫോട്ടോയ്ക്ക് പകരമായിട്ട് ഇതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറിജിനൽ വെബ്സൈറ്റിനെ വെല്ലുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പേയ്മെന്റ് ലിങ്ക് നമുക്ക് കൊടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമേഴ്സ് അവരുടെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാർഡ് ബ്ലോക്ക് ആയിപ്പോയി, ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോൾ വന്നേക്കാം. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ അക്കൗണ്ട് ഉള്ളവരുടെ ഡീറ്റെയിൽസ് ഓൾറെഡി പുറത്തായതായിട്ട് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ വരികയാണ്, നിങ്ങളുടെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്, ആ കാർഡ് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് ഈ ലിങ്കിൽ കയറി അടയ്ക്കണം എന്ന് പറയാണ്. നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇതേപോലത്തെ അഡ്രസ് ആയിരിക്കും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പം എന്റെ ഫോട്ടോയ്ക്ക് പകരം ഈ പറയുന്ന പേയ്മെന്റ് ലിങ്ക് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേനും കറക്റ്റ് ആണ് സ്പെല്ലിംഗ്, ഇതും കറക്റ്റ് ആണ്. ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഒരിക്കലും ഒരു തട്ടിപ്പിനോ അതല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയോ നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത്. ഇവിടെ സെൻട്രൽ എന്ന് പറയുന്ന ആ L അത് ക്യാപിറ്റൽ I ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്മോൾ ലെറ്റർ നമുക്ക് സെൻട്രൽ എന്ന് വരുമ്പോഴത്തേനും അത് ക്യാപിറ്റൽ ലെറ്റർ I ആക്കുമ്പോഴത്തേനും സെൻട്രൽ എന്ന് തന്നെയാണ് സാധാരണ വാട്സപ്പിൽ വായിക്കുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലായിട്ട് അവിടെ I വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൻട്രൈ, അതായത് CENTRAI ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല, കാരണം ചെറിയൊരു ഡോട്ട് മാത്രമേ അവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ. അത് നിങ്ങളെ കണ്ടിൽ പെട്ടണമെന്നില്ല. നോക്കുമ്പോൾ തന്നെ സെൻട്രൽ ബാങ്കിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇപ്പൊ ഞാൻ തൽക്കാലം എന്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോ അല്ല അവിടെ വരിക. സെൻട്രൽ ബാങ്കിനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അതിനകത്ത് ഹാക്കർമാരോ അല്ലെങ്കിൽ ഇതുപോലെ സൈബർ തട്ടിപ്പുകാരോ വെക്കുക. അവിടെ നിങ്ങൾ പേയ്മെന്റ് അയച്ചു കഴിഞ്ഞാൽ ആ പേയ്മെന്റ് പോകുന്നത് ഈ തട്ടിപ്പുകാരിലേക്കാണ്. ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സ്മോൾ ലെറ്റർ I ക്യാപിറ്റൽ ആയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നത്. പക്ഷേ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും HDFC ആയാലും ഫെഡറൽ ബാങ്ക് ആയാലും ഏത് ബാങ്കിന്റെ ആയാലും ശരി, ഇപ്പൊ ആ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവും. ഒറിജിനൽ വെബ്സൈറ്റിന്റെ സ്പെല്ലിംഗ് ആയിരിക്കില്ല ഉണ്ടാവുക. അല്ലെങ്കിൽ അവിടെ പേ എന്നോ അല്ലെങ്കിൽ ക്യുക്ക് പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൊമൈനകത്ത് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാരണം എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായിട്ടുള്ള ലിങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് India.co.in എന്ന് പറയുന്നതാണ് ഈ ബാങ്കിന്റെ ഒറിജിനൽ അഡ്രസ്സ്. ഞാൻ വാട്സപ്പിൽ അയച്ച അഡ്രസ്സ് നോക്കൂ, സെയിം തന്നെയല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഈ ഫിഷിങ്ങിനകത്ത് ഇട്ട് തന്നത്. അപ്പൊ അനാവശ്യമായിട്ടുള്ള വല്ല ലിങ്കുകളൊക്കെ അറിയാത്ത നമ്പർ എന്നൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതൊരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്, പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ സൈബർ ഫിറ്റ് 2025 എന്ന പേരിൽ നടക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി വരാനുണ്ട്. അതിനകത്ത് ഹാക്കിംഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തട്ടിപ്പുകളെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തൽക്ഷണം ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.